എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 27 നക്ഷത്രങ്ങളുടെയും ദിവസഫലമാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ആദ്യമായി അശ്വതി. ശത്രുതയിലുള്ളവർ നിമിത്തം ജോലിയിൽ പ്രതിസന്ധികളുണ്ടാകാം. അപകീർത്തിക്ക് സാധ്യത കാണുന്നുണ്ട്. ദാമ്പത്യ വിഷമതകൾ അനുഭവത്തിൽ വരാം. കുടുംബ സുഖക്കുറവ് അനുഭവത്തിൽ വരാം. അടുത്തത് ഭരണി നക്ഷത്രം. ആശുപത്രിവാസം വേണ്ടി വന്നേക്കാം. ഭൂമി സംബന്ധമായി ധനനഷ്ടം ഉണ്ടാകും. പെട്ടെന്ന് യാത്രകൾ വേണ്ടിവരും. അടുത്തത് കാർത്തിക നക്ഷത്രം. മുൻകോപം ഉപേക്ഷിക്കണം. ഗൃഹനിർമ്മാണം നിർത്തിവെക്കേണ്ടി വരും. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരാം. അടുത്തത് രോഹിണി നക്ഷത്രം. തെറ്റിദ്ധാരണകൾ മുഖേന ആരോപണങ്ങൾ ഉണ്ടാവാം. ദാമ്പത്യ ജീവിതത്തിൽ ഭിന്നതകൾ അനുഭവത്തിൽ വരും. അടുത്തത് മകയിര നക്ഷത്രമാണ്. ചീത്ത കൂട്ടുകെട്ടിൽ അകപ്പെടാതിരിക്കുവാൻ സൂക്ഷിക്കുക. മനപ്രയാസമുണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടായേക്കാം. അവിചാരിതമായ തടസ്സങ്ങൾ അനുഭവത്തിൽ വരാം. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. പിതാവിൽ നിന്നും കൂടുതൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. സാമ്പത്തിക സഹായങ്ങൾ ലഭ്യമാകും. അനുകൂലമായ സ്ഥലം മാറ്റം ഉണ്ടാകും. പല രീതിയിലുള്ള ഉയർച്ച ഉണ്ടാകുന്നതായിരിക്കും. അടുത്തത് പുണർദം നക്ഷത്രമാണ്. മാതാപിതാക്കളിൽ നിന്നും വളരെ ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. അസാധാരണ വാക്സാമർഥ്യം പ്രകടമാക്കും. മെച്ചപ്പെട്ട അവസരങ്ങൾ ലഭിക്കും. അടുത്തത് പൂയം നക്ഷത്രം. ഭക്ഷണം, താമസം മുതലായവ സുഖകരമായിരിക്കും. സഹോദരങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. എല്ലാ രംഗത്തും പുരോഗതി വന്നു ചേരുന്ന ദിവസമായിരിക്കും. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ കഴിയും. മറ്റുള്ളവരുടെ വിശ്വാസം വളർത്തിയെടുക്കുവാനാകും. അധ്യാപകർക്കും അഭിഭാഷകർക്കും മികച്ച ദിവസമായിരിക്കും. അടുത്തത് മകം നക്ഷത്രം. യാത്രാ ഗുണം ഉണ്ടാകും. വളരെ കാലമായി ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കും. തൊഴിൽപരമായി അനുകൂലമായ സമയമാണ്. പലവിധ സാമ്പത്തിക നേട്ടം ഉണ്ടാകും. അടുത്തത് പൂരം നക്ഷത്രമാണ്. ബന്ധുബലം വർദ്ധിക്കും. ഉദ്യോഗാർത്ഥം യാത്ര ചെയ്യേണ്ട അവസ്ഥ വരും. അകന്നു നിന്നിരുന്ന ബന്ധുക്കൾ ഒരുമിക്കും. മാനസിക സംതൃപ്തി ലഭിക്കുന്ന ദിവസമായിരിക്കും. അടുത്തത് ഉത്രം നക്ഷത്രം. കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ കുറയരുത്. വസ്തുസംബന്ധമായ കാര്യങ്ങൾക്ക് കാലം ഗുണമല്ല. കർമ്മരംഗത്ത് ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടാകാം. അടുത്തത് അത്തം നക്ഷത്രം. ദമ്പതികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. കോപം നിയന്ത്രിക്കണം. ലഘുവായ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു ചേരാം. സഹപ്രവർത്തകർ ചതിക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. അടുത്തത് ചിത്തിര നക്ഷത്രം. കലഹ സ്വഭാവം നിയന്ത്രിക്കണം. ബന്ധുക്കളുമായി പിണങ്ങുവാൻ സാധ്യത കാണുന്നുണ്ട്. പലവിധ പ്രശ്നങ്ങൾ വന്നേക്കാം. കർമ്മമേഖലയിൽ അശ്രദ്ധ പാടില്ല. അടുത്തത് ചോതി നക്ഷത്രം. പഠനരംഗത്ത് തടസ്സങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. വേണ്ടപ്പെട്ടവരുടെ അകൽച്ച മനസ്സിനെ അസ്വസ്ഥമാക്കും. മാനസിക സംഘർഷം വർദ്ധിക്കും. ജാമ്യം നിൽക്കരുത്. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടുന്നത് ഒഴിവാക്കുക. സ്ത്രീകളുമായി കലഹത്തിന് സാധ്യത കാണുന്നുണ്ട്. ധനമിടപാടുകൾ ശ്രദ്ധിക്കുക. അടുത്തത് അനിഴം നക്ഷത്രം. യാത്രാഗുണം ഉണ്ടാകും. വിവാഹകാര്യത്തിൽ തീരുമാനമാകും. ജനപ്രീതി ലഭിക്കും. വിനോദയാത്ര സാധ്യമാകും. അടുത്തത് തൃക്കേട്ട നക്ഷത്രം. കുടുംബ സാഹചര്യങ്ങൾ പുഷ്ടിപ്പെടുത്തുവാൻ കഴിയും. മംഗളകർമ്മങ്ങളിൽ പങ്കാളിയാകും. സാമ്പത്തികമായ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും. അടുത്തത് മൂലം നക്ഷത്രം. വേണ്ടപ്പെട്ടവരെ അപകടങ്ങളിൽ നിന്നും മറ്റും രക്ഷിക്കുവാനാകും. കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഉദ്ദേശിച്ച കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിച്ചെടുക്കും. അടുത്തത് പൂരാടം നക്ഷത്രം. കുടുംബ ഐക്യം ഉണ്ടാകും. യാത്രകളിലെ വിഘ്നങ്ങൾ മാറും. ജോലി സാധ്യത കാണുന്നു. മാതാപിതാക്കളെ സംരക്ഷിക്കും. അടുത്തത് ഉത്രാടം നക്ഷത്രം. അഭിപ്രായം എവിടെയും തുറന്നു പറയും. കാർഷിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുവാൻ കഴിയും. ഭാഗ്യപരീക്ഷണങ്ങൾ വിജയകരമാകും. സന്താനങ്ങൾ മുഖേന സന്തോഷമുണ്ടാകും. അടുത്തത് തിരുവോണ നക്ഷത്രം. കലാപ്രകടനങ്ങളിൽ ശോഭിക്കാൻ സാധിക്കും. കുടുംബ ഉത്തരവാദിത്തം കൂടും. സുഹൃത്തുക്കളുമായി സമയം ചിലവിടും. ലക്ഷ്യങ്ങൾ നേടിയെടുക്കും. അടുത്തത് അവിട്ട നക്ഷത്രം. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ പുരോഗതി പ്രകടമാക്കും. പരീക്ഷകൾ വിജയപ്രദമാകും. സ്വന്തം നിലപാടുകൾ ശരിയാണെന്ന് തോന്നും. അടുത്തത് ചതയം നക്ഷത്രം. സ്വന്തം നിലപാടുകൾ ശരിയാണെന്ന് തോന്നുന്ന ദിവസമായിരിക്കും. വിദ്യാർത്ഥികൾ മികച്ച രീതിയിൽ പഠന പുരോഗതി ദൃശ്യമാക്കും. ആത്മവിശ്വാസം വർദ്ധിക്കും. കാര്യങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ മുൻപോട്ട് പോകും. അടുത്തത് പുരുരുട്ട നക്ഷത്രം. കലാരംഗത്ത് മികച്ച അവസരങ്ങൾ വന്നു ചേരും. ആരോഗ്യ പ്രശ്നങ്ങൾ അവഗണിക്കാതെ ഇരിക്കുക. ബന്ധുക്കൾ സഹായിക്കും. അംഗീകാരവും പ്രശസ്തിയും ഉണ്ടാകും. അടുത്തത് ഉത്രട്ട നക്ഷത്രം. സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയില്ല. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മികവ് നേടും. വിദേശയാത്രയ്ക്കുള്ള അവസരം ഉണ്ടാകും. അടുത്തത് അവസാനമായി രേവതി.
ഭൂമിയിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കും. ചതിയിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും. ജോലിയിൽ സ്ഥിരത ലഭിക്കും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.